പിള്ളേർ ഭയങ്കര ഹാപ്പി ആട്ടോ. കല്യാണം രസമുള്ള പരിപാടിയല്ലേ? കഴിച്ചു നോക്ക്. കല്യാണത്തിന്റെ കാര്യം പറഞ്ഞേ ഉള്ളൂ. എന്റെ ഭാര്യ. ഹലോ, എന്തൊക്കെയുണ്ട്? ചേട്ടൻ എവിടെയാ? എന്താ വിളിച്ചിട്ട് എടുക്കാത്തെ? ഞാനേ ഭയങ്കര തിരക്കായി പോയി. നീ പറ, എന്തൊക്കെയുണ്ട് വിശേഷം? എനിക്ക് കാണാൻ തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴാണൊന്ന് ഫ്രീ ആയത്? ഞാൻ എന്തായാലും നാളെ അങ്ങോട്ട് വരാം, വിളിച്ചിട്ടെ. വരണേ. ശരി. ഭയങ്കര റൊമാൻറ്റിക് ആണല്ലോടൂ. ഭാര്യയുടെ പേര് മോളൂന്ന്. ഇല്ല, അതെന്റെ മൊബൈൽ എടുത്ത് അവളെന്നെ സേവ് ചെയ്ത് വെച്ചാ. ശരിക്കും കല്യാണം ഒരു കലക്കം പരിപാടിയാണ് അല്ലേ? കാറ്റും കൊണ്ടിരിക്കുക ആശാര്. നിന്നെ ഇപ്പൊ കാണാൻ കിട്ടുന്നില്ലോടെ. കാറോടെ കാർ ഞാൻ വിറ്റ് ജീവിച്ചു പോയിക്കോട്ടെ. നിങ്ങൾ പൂത്ത കാശുണ്ടാക്കിയവരൊക്കെ നാട്ടുകാർക്ക് മൊത്തം അറിയാം. അറിഞ്ഞോ? പിന്നെ നമ്മൾ തമ്മിൽ ചില പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു, അത് വിട്ടുകളാ. എടാ, ഫണ്ട് ഓവർഫ്ലോ ഉണ്ടെങ്കിൽ കുറച്ച് ഇങ്ങോട്ടാ പലിശടാ. നീ പൊക്കോ, കുറച്ച് സന്തോഷിച്ചിരിക്കുക. അതെ, ശരിയെന്നാ. ഒരു ഉളുപ്പില്ലാത്ത നാറികളല്ലേ. പലിശയും പലിശയുടെ പലിശയും കൊണ്ട് ഉണ്ടാക്കിയ കാശാ. അല്ല സാർ, ബൈക്കുണ്ട്. അയാൾ പുറകെ വന്നാൽ മതി. പിന്നല്ലോ. ഓ, വരൂല്ലേ? വരാം വരാം. ഞാനൊന്ന് മര്യാദയ്ക്ക് ഉറങ്ങിയിട്ട് എത്ര നാളായെന്നറിയോ? ആലോചിക്കാൻ കുറച്ച് സമയം തന്നിരുന്നെങ്കിൽ ഞാൻ എൻ്റെ മകളെ അവന് തന്നെ കൊടുത്തേനെ. പക്ഷെ ഞാനൊന്ന് എതിർത്തപ്പോഴേക്കും ഹീസ് എ ബോൺ ക്രിമിനൽ. അല്ലെങ്കിൽ എന്നോടും എൻ്റെ മകളോടും അവനിത് ചെയ്യില്ലായിരുന്നു. $1 കോടി അവൻ എന്നോട് ചോദിച്ചത്. എന്തിനാ? ബ്ലാക്ക് മെയിലിംഗ്. കഴിഞ്ഞ 1 മാസമായിട്ട് അവൻ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുക. സഹിക്കാൻ പറ്റാത്ത ടോർച്ചറിങ് ആണ്. ഈ പെൻഡ്രൈവ് അവൻ എനിക്ക് തന്നതിന് ശേഷം ഇതിലെന്താ? അതിലെന്തോ വീഡിയോ ആണ്. അവൻ്റെയും എൻ്റെ മോളുടെയും. സാറിനത് മോളോട് പറഞ്ഞൂടെ? അവള് പിന്നെ അത് മനീഷിനോട് ചോദിച്ചാൽ ആ പെൻഡ്രൈവിലുള്ളത് ലോകം മുഴുവൻ കാണും. അവനതെന്നോട് പറഞ്ഞിട്ടുണ്ട്. സർ, ഞങ്ങളിപ്പോ എടിഞ്ഞി എവിടെത്തി? വേഗം വാ. ഒന്നും വാങ്ങണ്ട, നീ വേഗം നീ എത്തിയാ മതി. ശരി ശരി. എത്തി?
അടിക്കുന്നേ? എന്തിനാ അടിക്കുന്നേ? നിങ്ങൾ കാര്യം പറ. ജീന, ഇതെന്താ ബ്ലഡ്? ഒന്നുമില്ല, നീ വാ. മനീഷ്, ജീന, നീ വാ. നീ എന്താ പറ്റിയത് പറ. ഞാൻ പറയാം, നീ വണ്ടി കയറി. വണ്ടി എടുക്കും, വണ്ടി എടുക്കും. ഇവൻ കാണിച്ച വൃത്തിയാണ് എന്താണെന്നറിയോ? അറിയോ? എനിക്കറിയാം. പ്ലീസ് 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 പ്ലീസ്. ജീന, ജീന, നമുക്കിത് വേണോ? I'm really not sure about this. ഇപ്പൊ നീ ഇത് ചെയ്യേ. We'll see later. പറ. മാരേജിന്റെ കാര്യം പറഞ്ഞപ്പോ ഡാഡി സമ്മതിച്ചില്ല. ഞാൻ ഒരുപാട് റിക്വസ്റ്റ് ചെയ്ത് നോക്കി. ഡാഡിക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. മനീഷിന്റെ ഫാമിലി സ്റ്റാറ്റസ് ഒക്കെ ഡാഡിക്കൊരു പ്രശ്നമായിരുന്നു. ആ സിറ്റുവേഷനിൽ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാനും തോന്നിയത്.
ചെയ്ത ഡാഡി സമ്മതിക്കുന്ന ഞങ്ങൾ കരുതിയത്. ആ മനുഷ്യന്റെ സങ്കടം എന്താ നിനക്കറിയോ? നീ എന്തിനാണോ ഒരുപാട് ചോദിച്ചത്? ചേട്ടാ ഞങ്ങളത് അങ്ങനെ ഉദ്ദേശിച്ചു നീ ചോദിച്ചില്ല, നീ പൈസ ചോദിച്ചോ ഇല്ലയോ? അത് എന്റെ സെൽഫിഷ്നെസ് ആയിരുന്നു. ഞങ്ങൾക്ക് ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ അത് ആവശ്യമായിരുന്നു.